ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു എക്സാം ഡേ വ്ളോഗാണ്. ഇതിപ്പോൾ തലേദിവസമാണ്. തലേദിവസം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പോലെ അങ്ങനെ ചെയ്യാണ്. പിന്നെ പൊതുവേ എനിക്കിങ്ങനെ തലേ ദിവസം പഠിച്ച കാര്യങ്ങളാണ് മെയിനായിട്ട് എൻ്റെ തലയിൽ ഓർമ്മയിലുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും തലേ ദിവസം ഞാൻ നിർബന്ധമായിട്ടും കുറച്ച് ടൈം ലാസ്റ്റ് ടൈം, അതായത് ഉറങ്ങാൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് എന്തായാലും ഞാൻ പിന്നെ ഒരു ഫസ്റ്റ് മുതലുള്ള റിവിഷൻ പോലെ തന്നെ എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കും. ഓൾറെഡി ഞാൻ ചാപ്റ്റേഴ്സൊക്കെ വായിച്ച് നോക്കി, അതിൻ്റെ മെയിൻ നോട്ട്സൊക്കെ എഴുതി, പിന്നെ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടാകും കുറച്ച് ദിവസങ്ങൾ മുന്നേ. പിന്നെ ലാസ്റ്റ് ദിവസമാണ് ഞാൻ ഇത് വീണ്ടും ഒന്നുകൂടി ഇതേ സെയിം പ്രോസസ്സ് തന്നെ ഒന്നുകൂടി ചെയ്യുക. അതിൽ കുറച്ച് കാര്യങ്ങൾ കാരണം നമ്മൾ ഓർത്ത് വെച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കും, ഒന്നുകൂടി എഴുതി നോക്കും, ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് എഴുതി നോക്കും, ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി നോക്കും, ഒന്നുകൂടി വായിച്ച് നോക്കും. അങ്ങനെയൊക്കെയാണ് തലേ ദിവസത്തെ പരിപാടികൾ. ഫസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ ടൈം ഇരുന്നിട്ട് ഒന്ന് നോക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ളതും ഈ ഒരു ടൈമിൽ സ്റ്റഡിയാണ്. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ പഠിച്ച് നോക്കിയാൽ മൈൻഡിലിരിക്കുന്നവരുണ്ടാവും. അല്ല, 1 by 1 ഡേ ബൈ ഡേ വൈസ് അങ്ങനെ ഒരു ഷെഡ്യൂൾ ചെയ്ത് പഠിച്ചിട്ട് അങ്ങനെ മനസ്സിലാവുന്നവരുണ്ടാവും. ഓരോരുത്തരും ഓരോ ടൈപ്പാണല്ലോ. അപ്പോൾ ഞാനങ്ങനെ ഡേ ബൈ ഡേ ആയിട്ട് പഠിക്കാറുണ്ട്. പക്ഷേ ലാസ്റ്റ് ഡേ വെച്ചാൽ എക്സാമിൻ്റെ തൊട്ട് പ്രീവിയസ് ഡേ എന്തായാലും ഇതുപോലൊരു റിവിഷൻ മസ്റ്റായിട്ടും ഞാൻ ചെയ്യും. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉറങ്ങി എല്ലാവരും സെറ്റായതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ഇരുന്നിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലാതെ അങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ്. ആൻഡ് ഈ ടൈം പഠിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. പകൽ ടൈമിൽ പഠിക്കുന്നതിനേക്കാൾ നൈറ്റിൽ പഠിക്കാനാണ് എനിക്ക് കുറച്ചുകൂടി ഓക്കെ ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ അല്ലെങ്കിൽ പിന്നെ ഏർലി മോർണിംഗിൽ എണീറ്റിട്ട് പഠിക്കുന്നത്, ഈ 2 ടൈമിലുള്ള പഠിത്തമാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ടും പിന്നെ അതുപോലെ കുറച്ചുകൂടി പഠിച്ചതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടൈമും എനിക്കതായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ഒരു ഇതുപോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ബുക്ക് അടച്ചു വെക്കുകയാണ്. അങ്ങനെ അതാ എക്സാം ഡേ എത്തി. രാവിലെ തന്നെ, ഇന്ന് ഉച്ചക്കാണ് എക്സാം. സോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളും കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു, ചായ ഉണ്ടാക്കി. പിന്നെ ഇന്ന് പഴവും റവ ഉപ്പുമാവുമാണ് ഇന്ന് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ വെന്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ഇങ്ങനത്തെ വലിയ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചാൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഭയങ്കര ടയർഡാവും. വന്നൊന്ന് കിടന്നുറങ്ങാനുള്ള ഒരു ഇതിലാവും വരിക. കാരണം തലേദിവസം അത്ര ലേറ്റായിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടാവുക. പരീക്ഷയുടെ തലേദിവസം അങ്ങനെ ഉറങ്ങാതിരുന്ന് പഠിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ല, ഓരോ നമുക്കൊക്കെ ആയിട്ടുള്ള വഴിയിലൂടെ നമ്മൾ പഠിക്കുക. ഇപ്പോൾ നമ്മൾ വേറെ കുറേ സ്റ്റഡി വ്ളോഗ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യാമെന്നല്ലാതെ സെയിം അതേ വേ നമുക്ക് എന്തായാലും പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ റെക്കോർഡഡ് ക്ലാസ് ഒരു 2x സ്പീഡിൽ ഇട്ടിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. മുന്നേ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്, പക്ഷെ അത് വീണ്ടും ഒന്നുകൂടി 2x സ്പീഡിൽ ഇട്ടിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്കങ്ങനെ ബ്രെയിൻ ഒന്നുകൂടി അത് റീകോൾ ചെയ്യാനും, പിന്നെ ഇപ്പോൾ കുറച്ച് മുന്നേ കേട്ടതല്ലേ, ഇത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എക്സാമിന് പോകല്ലേ, അപ്പോൾ അവിടെ ഇരുന്നോളും. അതൊക്കെ ഒരു ടിപ്സ് എന്ന് പറയാൻ പറ്റുമെന്നല്ല, പക്ഷെ എന്നാലും എനിക്ക് വർക്കിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. പിന്നെ അത് ഉപ്പുമാവ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടിച്ചുവാരൽ മാത്രം കഴിച്ചു. പൊതുവെ ഞാനിങ്ങനെ എക്സാമുള്ള ദിവസം അല്ലെങ്കിലും പൊതുവെ ഞാൻ തലേ ദിവസമാണ് അടിച്ചുവാരി തുടക്കാറ്, മീൻസ് വൈകുന്നേരം അടിച്ചുവാരി തുടക്കാറ്. പക്ഷെ എന്നാലും എനിക്ക് പറ്റിയില്ല. അപ്പം അതുകൊണ്ട് വേഗം ഒന്ന് അടിച്ചു വാരിയിട്ടു. പിന്നെ കുട്ടികൾ കൂടെ വരുന്നുണ്ട്, ഇന്ന് അവർക്ക് ക്ലാസ്സില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്നാക്ക് പോലെ ഇങ്ങനെ വെള്ളവും പിന്നെ അതുപോലെ ആപ്പിളും ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏകദേശം തിരൂരങ്ങാടിയാണ് എനിക്ക് സെൻറ്റർ ഇട്ടുള്ളത്. അപ്പോൾ ഏകദേശം അവിടെ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ ഒരു ബേക്കറി കയറിയിട്ട് ലൈമും സാധനങ്ങളൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ നേരെ എക്സാമിന് പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. എക്സാമിന് പോയി അവിടെ സെൻറ്ററിൽ എത്തി. അപ്പോൾ കുറച്ച് ടൈം കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ കുറച്ച് ടൈം മോനെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് ഇവരെ എടുത്ത് കൊടുത്തിട്ടാണല്ലോ എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം നോക്കി അങ്ങനെ കളിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഇന്ന് സ്പെഷ്യൽ ഡേ, ഇന്ന് ഇക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും കൂടി ഇക്കക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് അവർ തന്നെ ഉണ്ടാക്കിയത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് കൊടുക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ്. അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരിന്നലെ ഇങ്ങനെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ അവരിന്നലെ ഉണ്ടാക്കിയതാണ് രണ്ടുപേരും കൂടിയിട്ട്. ജസ്റ്റ് അവരുടെ ഒരു ഐഡിയയിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കോട്ട്സും കാര്യങ്ങളൊക്കെ അവർ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എഴുതി അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊക്കെ കൊടുത്ത് സന്തോഷമായി. പിന്നെ ഞാൻ അങ്ങനെ എക്സാമിന് പോയി. അവർ 4 പേരും പിന്നെ അവിടെ അങ്ങനെ നടക്കും കുറേ നേരം. പിന്നെ തിരിച്ച് വരുന്ന വഴി നമ്മൾ കോട്ടക്കൽ മൻഹാൽ റെസ്റ്റോറൻറ്റ് അവിടെ നിന്ന് ബീഫ് മന്തി വാങ്ങിച്ചു. വീട്ടിൽ വന്നത് കഴിച്ച് പിന്നെ കിടക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ്, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഇവന് അവിടെ കിടന്ന് തലകുത്തി മറിയുന്നുണ്ട്. കാലത്ത് ഞാൻ ബെഡ്ഷീറ്റൊക്കെ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി വിരിച്ച് ഇവനൊന്ന് ഉറക്കി എന്നിട്ട് ഒന്ന് ഉറങ്ങണം. ഇനി എക്സാം അടുത്ത ആഴ്ചയിലാണ്, അടുത്ത മാസമാണ്, ജൂലൈയിലാണ്. ഈ വീഡിയോ ജൂൺ 21 വീഡിയോ ആണ് കേട്ടോ. അന്നായിരുന്നു ഫസ്റ്റ് എക്സാം വന്നിരുന്നത്. ഫസ്റ്റ് അല്ല, സെക്കൻഡ് എക്സാം 19 ഫസ്റ്റ് എക്സാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് പേര് കുട്ടികളായി ഫാമിലിയായി ഒക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ഒക്കെ പേരിൽ പഠിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാര്യമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇരിക്കാതെ നമ്മളുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആർക്കും
എടുത്തുകൊണ്ടുപോകാൻ പറ്റാത്ത അല്ലെങ്കിൽ മോഷ്ടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. സർട്ടിഫിക്കേഷൻ എന്നുള്ളതല്ല, സർട്ടിഫിക്കറ്റ് എന്താ പറയുക ഒരു പേപ്പറിൻ്റെ വാല്യൂ ആണെങ്കിലും അത് നമുക്ക് തരുന്ന ഒരു നോളജ് അല്ലെങ്കിൽ നമുക്ക് നാളെ ഒരു ഏണിങ്സിനുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക, ആരും ഡ്രോപ്പ് അപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.